രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് എതിരെ എന്തെങ്കിലും ആക്രമണോ പ്രശ്നങ്ങളോ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഈ വളഞ്ഞ വഴിയിൽ സതീശൻ അറിയും. അതെ, അങ്ങനെ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റൂ? ഓരോരുത്തന്മാര് കഞ്ചാവ് മരിച്ചോണ്ട് അതും പറയുക എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതല്ലേ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോഴും വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? മനസ്സിലായില്ലേ എന്നെ? ഇല്ല. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാനും വേറെ എന്റെ കുടുംബമല്ല വലുത്. സ്ത്രീകളുടെ ഉന്നമനമാണ് എനിക്ക് വലുത്. പോവാം. ഇപ്പോഴാണോ വീട്ടുകാരറിഞ്ഞ തിരക്കൂലേ? വിഷയമല്ല. ഇനി വൈകുന്നേരം വീട്ടിൽ പോകണം. 7 മണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് വീട്ടിൽ പോകണല്ലോ. ഒരു പൂവാക്കി ഇങ്ങനെ ഉണ്ട്. ചേടാ, ഈ പെണ്ണുങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് ഇത് എന്തോ ചെയ്യാനാണെന്ന് പറ. നിങ്ങൾ എല്ലാരും ഫ്രീ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കയറാനായിട്ട് നിൽക്കരുത്. ഞാൻ നോക്കിക്കോളാം. ബഹളം ഉണ്ടാക്കല്ലേ. ഒന്നാമത് വണ്ടി ഓടിക്കട്ടാ. ബഹളം ഉണ്ടാക്കരുത്. മനുഷ്യൻ വേറെ ഒരു ടെൻഷനുമായിട്ട് നിൽക്കണം. അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ചേടാ, ഇവിടെ നിന്നാണ് കാണുന്നില്ലല്ലോ. ഒരു നീല KSRTC ബസ് ഇവിടെ ഉണ്ടായിരുന്നു, കാണാനില്ല. നീല KSRTC? നീല കളറിലൊരു KSRTC ബസ്. ഇവിടെ നീല കളറിലെ KSRTC ബസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു നീല ടാർപ്പ ബസ്, ഒരു പെട്ടിയാട്ട ബസ് ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല, ഈ KSRTC ബസ് മറ്റേ മുല്ലപ്പൂവൊക്കെ തല വെച്ചോണ്ട് നിന്നിട്ടു. മുല്ലപ്പൂവൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടിയിട്ട്. മുല്ലപ്പൂ? ആന്ന്, മുല്ലപ്പൂവൊക്കെ കെട്ടി വെച്ച്. അതേത് വണ്ടി? എന്തോ പറയാനാണോ അവനെ വിളിച്ചിങ്ങോട്ട് പറയുകയും ചെയ്ത് വണ്ടി കൊണ്ട് വരാമെന്നും പറഞ്ഞു. അല്ല, താനാരാ? ഞാന് രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോ പോസ്റ്ററിലൊക്കെ ഉണ്ടോ? പോസ്റ്ററിലിരിക്കാൻ ഞാൻ തോന്നുന്നു മൈദമാവാ. അല്ല, രാഷ്ട്രീയക്കാരനാന്ന് പറഞ്ഞു. രാഷ്ട്രീയക്കാരൻ പോസ്റ്റർക്കാരൻ ഇരിക്കേണ്ട കാര്യമുണ്ട്. അല്ല, പിന്നെ രാഷ്ട്രീയത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ കാണണം, മന്ത്രിമാരുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കാണണം. അപ്പൊ എന്നെ കാണാം. മന്ത്രിമാരുടെ ഇന്റർവ്യൂ ഞാൻ ഇതുവരെ ഇന്റർവ്യൂല് കണ്ടിട്ടില്ലല്ലോ. മന്ത്രിമാരുടെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ എത്തി നോക്കുന്ന ആരാ? അതാണോ ഞാൻ? ആരുമല്ല, എല്ലാ ഇന്റർവ്യൂലും ഉണ്ട് ഇങ്ങനെ. അല്ല, ഇപ്പൊ എവിടെ പോ നിൽക്കുവോ? തിരുവനന്തപുരത്തേക്ക് പോവാ. തിരുവനന്തപുരത്ത് എന്താ? നിയമസഭയില്ലേ, കൊച്ചിയിലേക്ക് ആക്കാനുള്ള തീരുമാനം. നിയമസഭാ മന്ദിരം? കൊച്ചിയിലോട്ട്? അതെ. അതെന്തിനാ യാത്രാ സൗകര്യം, നമുക്ക് എയർപോർട്ടും കാര്യങ്ങളൊക്കെ അടുത്ത്. അപ്പൊ ഇങ്ങോട്ട് ആക്കാനുള്ള തീരുമാനം. അല്ല, ഈ നിയമസഭാ മന്ദിരം എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി കൊണ്ട് വെക്കുന്നത്? പിന്നെ അല്ല, നിന്റെ ഉച്ചി കൊണ്ട് വെക്കണം, നിന്റെ സൗകര്യത്തിന്. എടാ, ഇത് നമ്മൾ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത് എവിടെ കൊണ്ട് വെക്കണം, എങ്ങനെ വേണമെന്ന്. ഇത് വെക്കേണ്ടത് ഞാൻ അതല്ല, ഞാൻ നമ്മളൊരു അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു പോയതാണ്. നീ മന്ത്രിമാരെ കേട്ട് നല്ല ഇതാണ്. പിന്നെ നിയമസഭാ മന്ദിരത്തിനകത്തൊക്കെ കേറിട്ടുണ്ടോ? അല്ല, ഈ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. സെറ്റ് ആക്കാവുന്ന കാര്യങ്ങളല്ലേ. അല്ലെ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ നിയമസഭാ മന്ദിരത്തിൽ ഈ MLA-മാരൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അങ്ങോട്ട് അതിന് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഈ MLA-മാരൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ ഈ സ്പീക്കർ എന്തിനാ തിരിച്ചു പറയുന്നത്? സ്പീക്കർ തിരിച്ചു പറഞ്ഞില്ല, ഈ സ്പീക്കർ അടിച്ചു പോയെന്ന് വിചാരിക്കും. വരുന്നില്ലല്ലോ ഇത്. ഇല്ല, ഞാനത് താനിതെന്തോ ഈ നോക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തെ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. എന്റെ സുഹൃത്ത്, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ നിയമസഭാ മന്ദിരം അവിടുന്ന് പൊളിക്കുന്നെന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടുന്ന് പൊളിക്കുവാണോ അതോ കൊച്ചിയിൽ പുതിയതായിട്ട് പണിയുവാണ്? അല്ലല്ല, പിന്നെ ശംഖുമുഖം കടപ്പുറത്ത് കൊണ്ടുവന്നിട്ടേ തള്ളി അങ്ങ് ഇറക്കും കടലിലോ. എന്നിട്ട് ഇവിടെ കൊച്ചിയിൽ ചീന വരയിൽ പൊക്കിന്റെ അടുത്ത് വെക്കും. എന്ത് പറയാന്ന് പറഞ്ഞാൽ ഇത് പണിയണ്ടേ, ഇത് ഇവിടെ പണിഞ്ഞല്ലേ പറ്റും. വേറെ കാര്യം, ഞാൻ വേറെ മൂഡില്ല മനുഷ്യൻ. വേറെ അവസ്ഥ പോയെന്നൊരു പിടുത്തവും കിട്ടില്ല. ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ കേൾക്കത്തുമില്ല. അതെന്താ പരിപാടി? അതെന്തോ പരിപാടി? ആദ്യം വന്ന ഞാനാ. ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോണി ഇവിടെ നിൽക്കി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതല്ലേ. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തതാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാനാണ് ഫസ്റ്റ്.